അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ കുറേ ദിവസമായി നമ്മളിങ്ങനെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടാൻ പറ്റാതെ ആവലാണ്. ഓരോ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ആയിട്ടാണ്. അതിൻ്റെ പേരിലാണ് വീഡിയോ ഇങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് കുക്കിങ്ങിൻ്റെ ഇതൊന്നുമല്ല, നമുക്ക് പണിക്ക് കുറേ ആളുണ്ട്. അപ്പോൾ അയാളെ പണി കഴിഞ്ഞിട്ട് വേണം, നമുക്ക് കല്യാണം ഉണ്ട്, അതിനൊന്ന് പോകണം. ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങളുടെ പേരക്കുട്ടിയാണ്, അവനിങ്ങനെ വെറുതെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുന്ന നേരത്തെ അവൻ വന്നപ്പോൾ ഇങ്ങനെ എടുത്താട്ടോ. അവനെ ഒരു പൊളിഞ്ഞൊരു സൈക്കിളുണ്ട് അവൻ്റെ കയ്യിൽ. അവൻ ഇപ്പാൻ്റെ ഒന്ന് ഇവിടെ വരുമ്പോൾ അവർക്ക് ഈ സൈക്കിളുമ്പോൾ ഇങ്ങനെ കളിക്കലാണ് പണി. അപ്പോൾ അവനക്ക് ആരുമില്ല, അപ്പോൾ അവൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നാൾ ഉണ്ടാക്കി വെച്ച കുകാണ് ഇതിട്ടാ. അത് ഞാൻ വെള്ളത്തിൽ നിന്ന് ഒഴിവാക്കി ഇങ്ങനെ ഒരു തട്ടിൽ ഇങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് കാറ്റ് കൊണ്ടതിൻ്റെ ശേഷം നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കട്ടെ. ഒന്ന് വെയിലത്ത് വെക്കാൻ പറ്റില്ല, കാരണം നമ്മളിങ്ങനെ പോകണോണ്ട് മഴ എന്തെങ്കിലും ചാറിയെങ്കിലും എന്നുള്ള പേടിയോട് നമ്മൾ അകത്ത് തന്നെ ഇങ്ങനെ വെച്ചാണ് കേട്ടോ. അത് കുറച്ച് നേരമൊക്കെ ഒന്ന് വെള്ളം വലിഞ്ഞ് വന്നിട്ട്, വെള്ളം വലിയുമ്പോൾ ഇങ്ങനെ കട്ടകട്ടായി വരുമല്ലോ അത്. അപ്പോൾ ഞാൻ ഇതൊക്കെ പഴമൊക്കെ ഉടക്കണ ഇതൊക്കെ അതിലുണ്ടല്ലോ, അതായിട്ട് ഞാൻ ഒന്നിങ്ങനെ ഉടച്ചിട്ടാട്ടോ കുറച്ച് കഴിഞ്ഞ ശേഷം. അപ്പോൾ ഇങ്ങനെ പൊടിയിട്ടുണ്ട്. നമുക്ക് നല്ലൊന്ന് നാളെ മറ്റന്നാളൊക്കെ 2 ദിവസം ഒന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറിൽ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ തെങ്ങുംതാളം മാന്തിയപ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ഇത് കിട്ടിയത്. അതിൻ്റെ ഒക്കെ അരിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് തെങ്ങുംതാളം മൂടുകയാണ്. വളക്കിട്ട് കോഴിക്കാട്ട് ഇംഗ്ലീഷ് വളക്കിട്ട് വേണ്ടാണ് കേട്ടോ മൂടുന്നത്. ഞാനൊക്കെ മൂടിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇനി കുറച്ചും കൂടെ ഇങ്ങനെ ചേമ്പും പുളിയൊക്കെ ഒന്ന് നട്ട് കൊടുക്കുക അതിൻ്റെ സൈഡിൽ. പിന്നെ നമ്മൾ അതിനൊക്കെ നോക്കണ്ട, കാരണം നമ്മൾ തെങ്ങിലിടുന്ന വളവും ഉണ്ടാവും, പിന്നെ ആണെങ്കിൽ നമ്മൾ നനക്കും ചെയ്യുമല്ലോ വേനലിൽ. പിന്നെ ചേമ്പിനൊന്നും പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊരു പരിചരണം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ അതിൽ തന്നെ അതങ്ങനെ ആയി പോകട്ടെ. അങ്ങനെ നമ്മൾ അവിടുന്ന് ആക്കി കഴിഞ്ഞ് കല്യാണത്തിന് വന്നിട്ടാണ്. നമ്മളൊരു കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു. വാരണാക്കര ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ കല്യാണം തുടങ്ങുമ്പോൾ തന്നെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആരും അങ്ങനെ എത്തിയിട്ടില്ല. നമ്മളാണ് ആദ്യമായിട്ട് അവിടെ കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളാണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ കണ്ട് മൊത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ പോരാൻ നിൽക്കുക കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഈ ഓഡിറ്റോറിയം. കാരണം ഓഡിറ്റോറിയൻ്റെ ചുമരൊക്കെ നല്ല ഡിസൈനിങ് കൊടുത്തിട്ട് നല്ലൊരു ഭംഗിയാണ് കാണാൻ. പറ്റി മേലൊക്കെ നല്ല എന്താ രസമല്ലേ. ആരും മേലൊക്കെ എത്തിയിട്ടില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ താഴത്ത് ഇങ്ങനെ വരണുള്ളൂ ആൾക്കാർ. പിന്നെ വന്ന പാടിന് പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനും അതിനും ഇതിനും പോകുമല്ല. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ മേലൊക്കെ എത്തുക. നല്ല പാട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പാട്ടുകൾ പാടുന്നുണ്ടോ. നല്ല രസം കേട്ടോ ഈ ഓഡിറ്റോറിയം. ഇങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഒന്ന് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ ഒന്ന് ക്യാമറ പിടിച്ച് നോക്കി കേട്ടോ. നല്ല ഇഷ്ടമായി ഓഡിറ്റോറിയത്തിൻ്റെ. നമ്മൾ വല്യപ്പാൻ്റെ ഏട്ടൻ്റെ പേരക്കുട്ടിൻ്റെയാണിത്. നമ്മളും അവരും കൂടെ കുറേ അറിയില്ല, കുറേ മുന്നേ കണ്ട ഇതൊക്കെയാണ് അവരും നമ്മളും കൂടെ ഉള്ളത്. അങ്ങനെ ഒരു കുടുംബം പുതുക്കുക എന്നുള്ള ഇത് മാത്രം. അങ്ങനെ കല്യാണമൊക്കെ പോലെ ഈ ലൈറ്റ് ഇപ്പോൾ നീല കളറായിട്ട് നല്ല ഭംഗിയുണ്ട് ലേ കാണാൻ. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വന്നെടുത്ത കേട്ടോ. എങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്നതിൻ്റെ നേരെ മേലെ ഉണ്ടാകും ആ ലൈറ്റ് ഇങ്ങനെ തൂങ്ങുന്നതാണ്. പിന്നെ പുതിയാപ്പിളുടെ ഉപ്പ പുതിയാപ്പിളയാണ് ഇത് കേട്ടോ. അപ്പം നമുക്ക് കാണിച്ചിരുന്നത് ഇതാണ് മോൻ, ഇത് 2ാമത്തെ മോനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരായിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി വീട്ടിലേക്ക് എല്ലാവരും കൂടെ വരണമെന്നും പറഞ്ഞ് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ നിന്നാകുമ്പോൾ കല്യാണത്തിന് തിരക്കല്ലേ. ഇങ്ങോട്ടൊക്കെ ആ ലൈറ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്നാൽ നീല ലൈറ്റാണ് പൊട്ട് കണ്ടോ. വേറൊരു കളറായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ കണ്ടപ്പോൾ ഒന്നും കൂടെ അടുത്താട്ടാ കളറ് മാറിയത് കണ്ടപ്പോൾ. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.